Good morning. Accounting for hire purchase. Second problem, installments are inclusive of interest. On 1st April 2013, Sindhuram Healthcare Limited Pattam purchased a luxury coach from Land India Limited on hire purchase basis. Land India Limited നിന്ന് സിന്ദൂരം ഹെൽത്ത് കെയർ ലിമിറ്റഡ് ഹയർ പർച്ചേസ് ബേസിൽ ഒരു ലക്ഷറി കോച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ദ ടേംസ് ഓഫ് പർച്ചേസ് ദ ക്യാഷ് പ്രൈസ് 11,80,000. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 11,80,000 രൂപയാണ്. പേയ്മെന്റ് എന്ന് പറയുന്നത് 4 lakh ഓൺ സൈനിങ് ഓഫ് ദ കോൺട്രാക്ട്. സൈനിങ് ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡൗൺ പേയ്മെന്റ് 4 ലക്ഷം രൂപയാണ്. And the balance 3 annual installment 4 lakh each on 31st March every year. എല്ലാ വർഷവും 4 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ 4 ലക്ഷം രൂപ ആദ്യം തന്നെ പറയുന്നു ഡൗൺ പേയ്മെന്റ് ആണെന്ന് പറയുന്നു. പിന്നെ വരുന്ന 3 കറസ്പോണ്ടിങ് ആയിട്ട് ഇയർ വരുന്നുണ്ടല്ലോ, അവിടെ 4 ലക്ഷം രൂപ വെച്ചിട്ട് അദ്ദേഹം ഡൗൺ പേയ്മെന്റ് അല്ല ഇൻസ്റ്റാൾമെന്റ് നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 25% എന്ന് പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ 20%. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലാണ്. കഴിഞ്ഞ പ്രവർത്തനം പറഞ്ഞത് ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡാണ്. ഇവിടെ നമ്മൾ പറയുന്നു ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നു. ഓൾ ഇൻസ്റ്റാൾമെന്റ്സ് ആർ പെയ്ഡ് ഇൻ ടൈം. എല്ലാ ഇൻസ്റ്റാൾമെന്റും കറക്റ്റ് സമയത്തിന് അദ്ദേഹം നടത്തുന്നുണ്ട്. പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, ഹയർ വെൻഡറുടെ അക്കൗണ്ട്, ഹയർ പർച്ചേസർ അക്കൗണ്ടിലും നിങ്ങൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് നോക്കുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, വരയ്ക്കുക. അതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് ഒരു കോളം, then outstanding before paying installment ഒരു കോളം, then interest at 25%, cash value installment paid, amount outstanding after paying the installment എന്ന് പറയുന്ന 6 കോളംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് എന്ന് നമ്മൾ കൊടുക്കുക. ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് അറിയാം, ഇവിടെ പറയാം ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,80,000 rupees എന്ന് പറയുന്നുണ്ട്. ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 25% ആണ്. അവിടെ നിൽ എന്ന് എഴുതുക. അറ്റ് ദ സൈനിങ് ഓഫ് ദ കോൺട്രാക്ട് സമയത്ത് ഇൻട്രസ്റ്റ് വരില്ലല്ലോ. ഫസ്റ്റ് ദിവസം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്ത സമയത്ത് നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ആ കോളത്തിൽ നിൽ എന്ന് എഴുതുക, ഇല്ല. ദെൻ ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെന്റ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 4 ലക്ഷം രൂപയാണ് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ 4 ലക്ഷം എഴുതുക. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്, ഡൗൺ പേയ്മെന്റ് പെയ്ഡ് എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് എടുക്കുക, 4 ലക്ഷം കാണിക്കുക. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11,80,000 ഉണ്ടല്ലോ, അത് ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയ്മെന്റ് എന്ന് പറയുന്നത് 11,80,000. ഇതിൽ നിന്ന് ഈ 4 lakh ആയിട്ട് ഡിഡക്ട് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 7,80,000 കിട്ടും. ഇനി ഈ 7,80,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അവിടെ എടുത്തെഴുതാം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 1 നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ ശേഷം എത്രയാണ്, 7,80,000 അവിടെ എഴുതാം. ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളടത്ത് 7,80,000 ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞ ശേഷം നമുക്ക് 7,80,000 രൂപയാണ് കൊടുക്കാനുള്ളത്. ഇനി ഈ 7,80,000 രൂപയുണ്ടല്ലോ, അതിന്റെ 25% എന്തായിട്ട് എടുക്കുക, 25% നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 25%, 7,80,000 ഇൻറ്റു 25, ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7,25,000 ഇൻറ്റു 7,80,000 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 100, അപ്പോൾ 1,95,000 കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അടുത്തത് നിങ്ങൾക്കറിയാം 1,95,000 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് അറിയാം. നിങ്ങൾക്ക് ഈ കോളത്തിൽ അറിയാം 4 lakh ആണ് നിങ്ങൾക്ക് എന്തെന്നറിയാം, ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് നിങ്ങൾക്കറിയാം. ഇവിടെ 4 lakh എഴുതാം. ഇനി ഈ 4 lakhൽ നിന്ന് ഈ 1,95,000 ആയിട്ട് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2,05,000 ഇവിടെ കിട്ടും.
ആ 2,05,000 ആണ് ക്യാഷ് വാല്യൂ ഇൻ ദ ഇൻസ്റ്റാൾമെന്റ്. അത് 4 ലക്ഷമാണ് ഇൻസ്റ്റാൾമെന്റ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, അതായത് 4 ലക്ഷത്തിൽ നിന്ന് 1,95,000 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 2,05,000 ആണ് ക്യാഷ് വാല്യൂ ഇൻ ഇൻസ്റ്റാൾമെന്റിലേക്ക് ക്യാഷ് വാല്യൂ ആയിട്ട് വന്നത്. അതായത് നിങ്ങളിപ്പോൾ 4 ലക്ഷം രൂപ ഇൻസ്റ്റാൾമെന്റ് അടച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ അസറ്റിന്റെ പ്രൈസിലേക്ക് പോവില്ല എന്ന്. അതായത് 1,95,000 രൂപ പലിശ ആയിട്ട് പിടിക്കും. ആദ്യം പലിശ പിടിക്കുമല്ലോ, അതിനുശേഷമാണ് എവിടേക്ക് പോവുക? അസറ്റിന്റെ വാല്യൂയിലേക്ക് ക്യാഷ് വാല്യൂയിലേക്ക് പോവുക. 4 ലക്ഷം രൂപ അടച്ചാൽ 1,95,000 രൂപ പലിശയായിട്ടും പോകുന്നു. ബാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്യുക? അതിന്റെ ക്യാഷ് വാല്യൂ ആയിട്ട് 2,05,000 രൂപ മാത്രം മുതലിലേക്ക് പോകുന്നുള്ളൂ. നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ 4 ലക്ഷം രൂപ ലോൺ അടച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ച ലോൺ ഫുള്ള് എവിടേക്ക് പോവില്ല? ഇൻട്രസ്റ്റിലേക്ക്, മുതലിലേക്ക് പോവില്ല. അതിന്റെ ഒരു മേജർ പോർഷൻ എവിടേക്കാണ് പോവുക? ഇൻട്രസ്റ്റിലേക്ക് ആയിരിക്കും പോകുക. അതാണ് 1,95,000 രൂപ ഇൻട്രസ്റ്റ് പിടിച്ചു വരും. അതിനുശേഷം മാത്രം എന്ത് ക്യാഷ് ഒരു അസറ്റിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 2,05,000 ആയി. അപ്പോൾ 7,80,000 ഇനി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 7,80,000, അതിൽ നിന്ന് 2,05,000 കുറയ്ക്കുക. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വാല്യൂ ഉണ്ടല്ലോ ക്വസ്റ്റ്യനിലൂടെ 7,80,000, അതിൽ നിന്ന് ഈ 2,05,000 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 5 lakh എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ദ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് 5,75,000. ആ 5,75,000 രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെന്റ് 5,75,000 എഴുതുക. ആ 5,75,000 25%, 25% എന്ന് പറയും. അത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടി? 1,43,350 കിട്ടി. 1,43,750 കിട്ടി. ഇനി അതേപോലെ തന്നെ ഇവിടെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുക 4 ലക്ഷം രൂപ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത്, അതിൽ നിന്ന് 1,43,750 കുറയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാഷിലേക്ക് ക്യാഷ് വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യണത് 2,56,250 രൂപ കിട്ടി. ഇനി നിങ്ങൾ അതിന്റെ ബാലൻസ് ചെയ്ത് ഇനി എന്ത് ചെയ്യുക? 5,75,000 നിന്ന് ഈ 2,56,250 ഉണ്ടല്ലോ, അതായത് കുറച്ചുകൂടേക്ക് എഴുതാം. 3,12,750 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി തേർഡ് ഇൻസ്റ്റാൾമെന്റ് വരുമ്പോഴും അതേപോലെ തന്നെ എഴുതുക. ഇവിടേക്ക് എടുത്ത് എഴുതുക 3,18,750 എഴുതുക. ഇവിടെ നിങ്ങൾ ഇൻട്രസ്റ്റ് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ നിങ്ങൾ ഇൻട്രസ്റ്റ് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാം, എന്തറിയാം? 4 ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്ന് അറിയാം, 3 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെന്ന് പറയാം. അപ്പൊ 4 ലക്ഷം ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ എന്ത് ചെയ്യാം? 4 lakh. 3 ഇൻസ്റ്റാൾമെന്റ് വരുമ്പോൾ 4 lakh, 4 lakh, 4 lakh. മൊത്തം എത്ര വന്നു? 16 lakh വന്നു. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ അറിയാം എന്താണ്? 11,80,000 ആണ് ക്യാഷ് പ്രൈസ് എന്നറിയാം അല്ലേ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ക്യാഷ് വാല്യൂ ഇൻസ്റ്റാൾമെന്റ് ടോട്ടൽ നിങ്ങൾക്ക് അറിയാലോ, 11,80,000 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് എഴുതാം. അപ്പൊ എന്ത് ചെയ്യാം? 16 lakh നിന്ന് 11,80,000 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 4,20,000 കിട്ടും. അതാണ് മൊത്തം പലിശ. ഈ ഇൻസ്റ്റാൾമെന്റ് സമയത്തിനുണ്ടായിരുന്ന മൊത്തം പലിശ എന്ത് ചെയ്യുക? 4,20,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? ഈ 4,20,000 നിന്ന് ടോട്ടൽ കിട്ടിയാൽ അതിൽ നിന്ന് 1,95,000 കുറച്ച് 1,43,750 കുറച്ചതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, എത്രയാ? 81,250, 81,250. ആ എമൗണ്ട് എഴുതാം. അത് അല്ലാതെ നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്ന എമൗണ്ട് അല്ല അത്. അത് ഈ നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഡിഡക്റ്റ് ചെയ്തിട്ട് എഴുതുന്ന എമൗണ്ട് ആയിരിക്കും അത് എന്ന് പറയുന്നത്. നിങ്ങൾ ഡിഡക്റ്റ് ചെയ്തിട്ട് എഴുതാം 81,250. ഇനി ആ 4 lakh ഉണ്ട്, ആ 4 lakh നിന്ന് 81,250 ആണ് കുറയ്ക്കാം. അപ്പൊ 3,18,750 കിട്ടും നിങ്ങൾക്ക്. അത് അവിടെ എഴുതാം. അപ്പൊ ഇൻട്രസ്റ്റ് കിട്ടി. പിന്നെ എമൗണ്ട് പേയിങ് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ദ ഇൻസ്റ്റാൾമെന്റ് എന്നൊരു കോളത്തിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാനില്ല കേട്ടോ. അവിടെ വരെയേ എഴുതാനുള്ളൂ. ഇനി വരുന്നത് സിന്ദൂരം ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന് പറയുന്നതാണ്. സിന്ദൂരം ഹെൽത്ത് കെയർ ലിമിറ്റഡിന്റെ ലക്ഷറി കോച്ച് അക്കൗണ്ട്, അതിന്റെ അക്കൗണ്ട് വരയ്ക്കുക. സിന്ദൂരം ഹെൽത്ത് കെയർ ലിമിറ്റഡ് ലക്ഷറി കോച്ച് അക്കൗണ്ട് വരയ്ക്കുക. ഫസ്റ്റ് ഡേറ്റ് എഴുതാം.
നിങ്ങൾക്കറിയാം ക്യാഷ് പ്രൈസ് അറിയാം. എത്രയാണ്? ടു ലയൺ ഇന്ത്യ ലിമിറ്റഡ് 11,80,000. എഴുതാം 11,80,000. അതിൽ നിങ്ങൾക്ക് അറിയാം ഡിപ്രീസിയേഷൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് 20% ഡിപ്രീസിയേഷൻ പറയുന്നത്. അപ്പൊ 11,80,000 20% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ 20% ഡിപ്രീസിയേഷൻ അറിയാം 2,36,000 ആണ് അല്ലെ. 2,36,000 20% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എഴുതാം 2034 മാർച്ച് 31 ബൈ ഡിപ്രീസിയേഷൻ എന്നിട്ട് എഴുതാം 2,36,000. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 9,44,000 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 9,44,000 കിട്ടി. ദെൻ അടുത്ത വർഷമാകുമ്പോഴേക്കും അതെന്ത് ചെയ്യുക? ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതാം. 2014 ഏപ്രിൽ 1 ബ്രോഡ് ഡൗൺ ചെയ്ത് 9,44,000. 9,44,000 എത്രയാണ്? 20% ആണ്. അതിൽ നിങ്ങൾക്കറിയാം ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ് 20% ഡിപ്രീസിയേഷൻ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിന്റെ പ്രത്യേകത എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. 2,36,000. ഇവിടെ എഴുതാം. നമുക്കറിയാം 2,36,000 അവിടെ എഴുതാം. 2,36,000 ബാലൻസ് ചെയ്യാം. 7,08,000 കിട്ടി. ഇതും ബാലൻസ് ക്യാരിഡ് ഫോർവേഡ് ചെയ്യുക. 7,08,000 ഡിപ്രീസിയേഷൻ എടുത്ത് എഴുതാം. 2,36,000 എഴുതാം. ബാലൻസ് 4,72,000 എടുത്ത് എഴുതാം. അപ്പോൾ ലക്ഷറി കോച്ച് അക്കൗണ്ട് കഴിഞ്ഞു. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ എല്ലാ വർഷവും എന്ത് ചെയ്യുക? സെയിം ഇൻസ്റ്റാൾമെന്റ് റേറ്റ് തന്നെ ആയിരിക്കും കിട്ടുക. ഇത് വേറെ കൺഫ്യൂഷൻ ഇല്ല. ദെൻ ഇനി അടുത്ത അക്കൗണ്ട് വരയ്ക്കുക. ലാൻഡ് ഇന്ത്യ ലിമിറ്റഡ് അക്കൗണ്ട്. അത് നിങ്ങൾക്കറിയാം ലക്ഷറി കോച്ച് അക്കൗണ്ട് എന്നിട്ട് എഴുതാം. ലൈലാൻഡിൽ എത്രയാ? ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ ഏറ്റില്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ലക്ഷറി. അപ്പോൾ ലൈലാൻഡ് ഇന്ത്യയിൽ എന്ത് എഴുതാം? ബൈ ലക്ഷറി കോച്ച് എന്ന് പറഞ്ഞിട്ട് 11,80,000 കാണിക്കാം. അതിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഏപ്രിൽ 1 നിങ്ങൾ 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് എഴുതാം. 2014 മാർച്ച് 31 എന്ത് കൊടുത്തിട്ടുണ്ട്? ബാങ്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എടുത്തിട്ടുണ്ട്. ആ 4 ലക്ഷം എഴുതാം. പിന്നെ ആ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് 1,95,000 വന്നിട്ടില്ലേ? ആ 1,95,000 എഴുതാം. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര? 5,75,000 കിട്ടി. 5,75,000 2014 ഏപ്രിൽ 1 ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതാം. 5,75,000. ഇനി 2015 മാർച്ച് 31 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നുണ്ട്. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ 4 lakh കൊടുക്കുന്നുണ്ട്. അത് എഴുതാം. 2015 മാർച്ച് 31 ഇൻട്രസ്റ്റ് എഴുതാം. 1,43,750 ടോട്ടൽ ചെയ്യുക. ബാലൻസ് ചെയ്യാം. 3,18,750. ദെൻ അടുത്ത ഇതിൽ എന്ത് ചെയ്യാം? ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതാം. എത്രയാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതുമ്പോൾ? 3,18,750 എടുത്ത് എഴുതാം. ദെൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. 4 lakh ഇൻട്രസ്റ്റ് എത്രയാണ്? 81 എഴുതാം. ബൈ ഇൻട്രസ്റ്റ് 2016 മാർച്ച് 31 ഇൻട്രസ്റ്റ് 81,250. 2 കോളം ടാലി ആയി പോയി. എത്രയാ? 4 lakh. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതെന്ത് ചെയ്യുക? ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്തായി നമ്മൾ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. 2013 ഇൻട്രസ്റ്റ് രണ്ടും പ്രോഫിറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ എഴുതും. നിങ്ങൾ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്റ്റോക്ക് അങ്ങനെ എഴുതണ്ട. അതിന്റെ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് വരയ്ക്കുക. ടു ഇൻട്രസ്റ്റ് 1,95,000 ഡിപ്രീസിയേഷൻ 2,30,000 ജസ്റ്റ് ക്ലോസ് ചെയ്തിടാം. 2014 5 വർഷത്തെ ഇന്ത്യ ടു ഇൻട്രസ്റ്റ് 1,43,750 ഡിപ്രീസിയേഷൻ 2,36,000. 2015-16 ടു ഇൻട്രസ്റ്റ് 81,250 ഡിപ്രീസിയേഷൻ 2,36,000. Then next you will prepare the interest account. ഇൻട്രസ്റ്റ് അക്കൗണ്ട് പറയാ. എല്ലാ ഇൻട്രസ്റ്റ് അക്കൗണ്ടിന്റെ മൊത്തം എമൗണ്ട് എവിടേക്ക് P&L അക്കൗണ്ടിലേക്ക് പോകും. അതൊക്കെ അറിയാലോ. അപ്പൊ 2014 ടു ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡ് എഴുതാം. 1,95,000. അത് തന്നെ 2014 സെയിം ഡേറ്റിൽ തന്നെ P&L അക്കൗണ്ട് എഴുതുക. ക്ലോസ് ചെയ്തിടുക. 2015 ടു ലൈലാൻഡ് എന്ന് പറഞ്ഞിട്ട് 1,43,750 എഴുതാം. P&L അക്കൗണ്ട് കൊണ്ട് 1,43,750 എഴുതാം. 2016 ടു ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നിട്ട് 81,250 ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് 81,250. then അടുത്ത് പറയാം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് സെയിം വേ യാതൊരു വ്യത്യാസവും ഇല്ല. 2014 മാർച്ച് ലക്ഷറി കോച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതാം 2,36,000. ഇവിടെ എഴുതാം P&L അക്കൗണ്ട് 2,36,000. then 2015
മാർച്ച് 31 ടു ലക്ഷറി കോസ്റ്റ് 2,36,000 അതോടൊക്കെ ട്രാൻസ്ഫർ സെയിം ഡേറ്റിന് ട്രാൻസ്ഫർ ചെയ്യുക പി എൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക 2,36,000. 2016 മാർച്ച് 31 ടു ലക്ഷറി കോസ്റ്റ് 2,36,000. 2016 മാർച്ച് എഴുതാ ബൈ പി എൻ അക്കൗണ്ട് 2,36,000. ഇതിനെന്താ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആണ്. ഇയർ നോക്കുക, ഡേറ്റ് നോക്കുക, ദെൻ അത് എവിടേക്ക് മാറ്റുക, ഇൻട്രസ്റ്റ് ആയാലും ശരി ഡിപ്രീസിയേഷൻ ആയാലും ശരി രണ്ടും എവിടേക്കാണ് മാറ്റുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ. ഇപ്പൊ കൺഫ്യൂഷനിങ് വരേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് സിന്ദൂര ഹെൽത്ത് കെയർ ലിമിറ്റഡ് അക്കൗണ്ട് വരയ്ക്കുക. 2013 ഏപ്രിൽ 1-ാം തീയതി ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡിലെ സിന്ദൂര ഹെൽത്ത് കെയർ ലിമിറ്റഡിന്റെ അക്കൗണ്ട് വരയ്ക്കുക. നമുക്കറിയാം എന്താണ് 2013 ഏപ്രിൽ 1-ാം തീയതി ടു ഹയർ പർച്ചേസ് ടു ഹയർ സെയിൽ എന്ന് പറഞ്ഞ് കാണിക്കുക. 11,80,000 ക്യാഷ് പ്രൈസ് എഴുതാം. നേരെ തിരിച്ച് ഇന്ത്യ ക്രെഡിറ്റ് സെയിൽ ആയിട്ട് എഴുതാം. 2013 ഏപ്രിൽ 1-ാം തീയതി ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡൗൺ പേയ്മെന്റ് എഴുതി കാണിക്കുക 4 lakh. 2014 മാർച്ച് 31 ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 4 lakh കാണിക്കുക, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കാണിക്കുക. ദെൻ 2014 മാർച്ചില് ഡെബിറ്റ് സൈഡില് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക 1,95,000. ബാലൻസ് ക്രെഡിറ്റ് ഡൗൺ ചെയ്ത് എഴുതാം 5,75,000. അടുത്ത അക്കൗണ്ടിൽ മാറ്റുക. 2014 ഏപ്രിൽ 1-ാം തീയതി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ 5,75,000 5,75,000 കാണിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കാണിക്കുക ക്രെഡിറ്റ് സൈഡില് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുക. 2015 മാർച്ച് 31 ബൈ ബാങ്ക് 4 lakh എന്ന് പറഞ്ഞ് കാണിക്കുക. ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കുക, ഇൻട്രസ്റ്റ് കാണിക്കുക, മറക്കണ്ട 1,43,750. ബാലൻസ് ചെയ്യുക 3,18,750. ദെൻ അതേപോലെ തന്നെ അത് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതാം. ദെൻ ഇൻട്രസ്റ്റ് ചെയ്ത് 81,250 എഴുതാം. ഇൻസ്റ്റാൾമെന്റ് എഴുതാം 4 lakh. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തല്ലോ ലക്ഷറി നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ലേ, ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതിന്റെ ഒരു മിറർ ഇമേജ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുക. അതായത് ലെഡ്ജറൊക്കെ ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡിൽ എഴുതുമ്പോൾ സിന്ദൂര ഹെൽത്ത് കെയർ ലിമിറ്റഡ് എഴുതും. അപ്പൊ അവിടെ എഴുതുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ലൈലാൻഡ് ഇന്ത്യ ലിമിറ്റഡ് അക്കൗണ്ട് ഉണ്ട്, അതിന്റെ ഒരു മിറർ ഇമേജ്, അതിന്റെ നേരെ മിറർ ആയിട്ട് വരുന്ന ഇമേജ് ആയിട്ടാണ് അക്കൗണ്ട് ആയിട്ട് എന്താ പറയുക സിന്ദൂര ഹെൽത്ത് കെയർ എഴുതുക. അതിൽ വേറെ ഡൗട്ട്സുകളൊന്നും വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല. പിന്നെ ഹയർ സെയിൽ അക്കൗണ്ട് വരയ്ക്കുക. ഹയർ സെയിൽ അക്കൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, നമ്മൾ സെയിൽ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. ബൈ സിന്ദൂര ഹെൽത്ത് കെയർ ലിമിറ്റഡ് 11,80,000 ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതാം 11,80,000. ദെൻ ഇൻട്രസ്റ്റ് എഴുതാം. ഇൻട്രസ്റ്റ് 1,95,000 ആണല്ലോ ബൈ സിന്ദൂരം ഹെൽത്ത് കെയർ ലിമിറ്റഡ് 1,95,000. 2015 ബൈ സിന്ദൂര ഹെൽത്ത് കെയർ ലിമിറ്റഡ് 1,43,750. 2014 മാർച്ചിലും സിന്ദൂര ഹെൽത്ത് കെയർ ലിമിറ്റഡ് 81,250. ഈ എമൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക ഒരു വർഷം. ഇനി അടുത്ത് നോക്കുക കാൽക്കുലേഷൻ ഓഫ് ദ ക്യാഷ് പ്രൈസ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ്. പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ്സ് ഓൺലി ആർ ഗിവൻ. പല വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയാം. സംടൈംസ് ക്യാഷ് പ്രൈസ് ഓഫ് അസറ്റ് ബോത്ത് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം മേ നോട്ട് ബി അവൈലബിൾ. ചില സമയത്ത് ഇപ്പൊ ഇത്രയും ചെയ്ത പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി തരുന്ന പ്രോബ്ലങ്ങളിൽ ചില സമയങ്ങളിൽ എന്ത് തരാറില്ല, ക്യാഷ് പ്രൈസ് തരാറില്ല. ബട്ട് ദ എമൗണ്ട് ഓഫ് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഗിവൻ. അവിടെ എന്തുണ്ടായിരിക്കും, ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ടായിരിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഇൻ സച്ച് കേസ് ദ ക്യാഷ് പ്രൈസ് അറൈവ്ഡ് ബൈ ബാക്ക് കാൽക്കുലേഷൻ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ബാക്ക് ഈ സമയത്ത് അതായത് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. The procedure to calculate cash price is to taken up final installment first. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ നേരെ ഓപ്പോസിറ്റ് ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ എന്ത് എടുക്കേണ്ടി വരും, ആദ്യം എടുക്കേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ആൻഡ് ടു ഡിഡക്ട് ദ ഇൻട്രസ്റ്റ് ഫ്രം ഇറ്റ്. അതിനകത്ത് ഇൻട്രസ്റ്റ് കുറയ്ക്കുക. ഇൻട്രസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് 1 year by multiplying the
സം ഡ്യൂ ടു എൻഡ് ഓഫ് ദ ഇയർ ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം ഇൻസ്റ്റാൾമെന്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്യുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 വിചാരിക്കുക. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 പ്ലസ് 10. 100 പ്ലസ് 10 എന്ന് വെച്ചാൽ 110. അപ്പൊ എന്ത് എഴുതാം, ഇൻസ്റ്റാൾമെന്റ് ഇൻറ്റു 10 ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം 110. ഇല്ലെങ്കിൽ 20 എന്ന് വിചാരിക്കുക. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഇൻറ്റു 20 ഡിവൈഡ് ബൈ 120 എടുത്താൽ മതി. സപ്പോസ് എക്സ് വാസ് വൈ റുപ്പീസ് 100 റുപ്പീസ് നിൽക്കുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ബീങ് 10% ആണെന്ന് പറയുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എക്സ് വിൽ ഗീവ് ടു പേ 110 110 രൂപ കൊടുക്കണമെന്ന്. അപ്പോൾ 10 രൂപ എന്നുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഹാൻസ് 10/10 ഓഫ് ദ സം ഡ്യൂ ടു എൻഡ് ഓഫ് ദ ഇയർ ഇൻട്രസ്റ്റ്. 10/10 ആണെന്ന് പറയാ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഡിഡക്റ്റഡ് ഫ്രം ദ സം ഡ്യൂ എൻഡ് ഓഫ് ദി ഇയർ. അത് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, ആ ലാസ്റ്റത്തെ എമൗണ്ടിൽ നമ്മൾ എന്ത് കുറച്ച് കാണിക്കുക. ദ റെസിഡ്യൂവൽ വാല്യൂ സെയിം ബിഗിനിങ് ഓഫ് ദി ഇയർ. This is also amount the end of the year and amount the annual installment. The calculate multiplying deduct sum due by 10/10, and this is the process continued for the previous year also. പറയാണ് എക്സാമ്പിൾ പറയാം, ഇഫ് റുപ്പീസ് 11,000 ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പർട്ടിക്കുലർ ഇയറിൽ നമ്മൾ 11,000 നമ്മൾ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടുണ്ട് 10% ഇൻട്രസ്റ്റിൽ. ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 110. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്, റുപ്പീസ് 1000 ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ therefore എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞത് ബിഗിനിങ് 10,000, ദാറ്റ് ഈസ് 11,000 മൈനസ് 1000. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. എക്സ് ബോത്ത് തേർഡ് പ്രോബ്ലം നോക്കാം. ഇൻസ്ട്രക്ഷൻ 3. എക്സ് ബോത്ത് മെഷീനറി ഓൺ 1st January 2012 എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഷീനറി വാങ്ങിക്കുന്നുണ്ട്. അതിന്റെ ഹയർ പർച്ചേസ് സിസ്റ്റമാണ് ഫ്രം എലഗന്റ് മെഷീൻസിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. റുപ്പീസ് 20,000 ഈസ് പെയ്ഡ് ഓൺ സൈനിങ് അഗ്രിമെന്റ്. സൈനിങ് അഗ്രിമെന്റ് പ്രകാരം 20,000 കൊടുക്കുന്നുണ്ട്. ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നത് 20,000. ആൻഡ് ബാലൻസ് 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആനുവൽ 3 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് പ്രകാരമാണ് ബാലൻസ് കൊടുക്കുന്നത്. ഓഫ് 24,000 24,000 രൂപ വെച്ചിട്ടാണ്. ഇൻട്രസ്റ്റ് ഈസ് ചാർജ് 20%. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20% ചാർജ് ചെയ്യുന്നത്. ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീന്റെ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഷോയിങ് ദ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ്. നമുക്ക് ക്യാഷ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞ് എഴുതാം. ഫസ്റ്റ് ദ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഞാൻ പറഞ്ഞു റിവേഴ്സ് ഓർഡറിലാണ് എഴുതുക. ആദ്യം തേർഡ് എഴുതും, പിന്നെ സെക്കൻഡ് എഴുതും, പിന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എഴുതും. ഫസ്റ്റ് എഴുതുക ക്ലോസിംഗ് ബാലൻസ് എഴുതുക, എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ്, ദെൻ ഓപ്പണിംഗ് ബാലൻസ്. നിങ്ങൾക്കറിയാം ഇവിടെ 20% ആണ് 20% ആണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. 20,000 സൈനിങ് ഓഫ് അഗ്രിമെന്റ് ഡൗൺ പേയ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞത് 24,000 വെച്ചാണ്. അത്രയും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അല്ലേ. ഫസ്റ്റ് ഇല്ലേ അപ്പൊ എന്ത് ചെയ്യുക, 3th ഇയറിൽ എന്ത് ചെയ്യുക, അത് 3th ഇയറോടും കഴിഞ്ഞിട്ട് എല്ലാ ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് 3th ഇയറിൽ എന്തായിരിക്കില്ല, ഇല്ല. എമൗണ്ട് ഓഫ് 3th ഇയറിൽ ക്ലോസിംഗ് ബാലൻസ് ഇല്ല, അതൊരു എൻഡ് ചെയ്യുന്നതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവില്ല. അപ്പൊ നില്ലെന്ന് എഴുതാം. പിന്നെ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് കോളത്തിൽ 24,000 എഴുതാം. ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത് 24,000 ആണല്ലോ. ടോട്ടൽ എത്ര കൊടുക്കണം, ടോട്ടൽ 24,000 ഉണ്ട്. ഈ 24,000 കൂടെ എന്തുണ്ട്, ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ആണ്. അപ്പൊ 24,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 120 എടുക്കുക. നിങ്ങൾക്ക് എത്ര കിട്ടി, 4,000 കിട്ടി. ഈ 4,000 എന്ന് പറഞ്ഞാണ് എന്താ പറയുക, ഇൻട്രസ്റ്റ്. ആ 24,000 4,000 ഇൻട്രസ്റ്റ് ആണ്. ബാക്കി വരുന്ന 20,000 ആണ് പറയുക ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. അത് ഓപ്പണിംഗ് ബാലൻസ് കോളത്തിൽ എഴുതാം. ഇനി ഈ ഓപ്പണിംഗ് ബാലൻസ്, അന്നത്തെ ആ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റില് എന്തായിരിക്കും, അത് ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ഈ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റില് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 20,000 എടുത്ത് എഴുതാം. ദെൻ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അറിയാം 24,000 തന്നെയാണെന്ന് അറിയാം. 24,000 തന്നെ എഴുതാം. ടോട്ടൽ എഴുതുമ്പോൾ 20,000 പ്ലസ് 24,000 44,000 ആണ്. ഇനി ഈ 44,000ന്റെ 20% നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 20% എന്ന് പറയുമ്പോൾ 7,333 കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 44,000 നിന്ന് 7,333 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് കിട്ടി 36,667. ഈ 36,667 നിങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അവിടുത്തെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ ഓപ്പണിംഗ് ബാലൻസ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതാം 36,667. ദെൻ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അറിയാം 24,000. ഈ 24,000ന്റെ കൂടെ ഈ 36,667 ആഡ് ചെയ്യുക. അപ്പൊ 60,667. 60,667ന്റെ 20% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 10,111. ഇനി എന്ത് ചെയ്യാം,
നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 60,667 നിന്ന് 11,711 കുറയ്ക്കുമ്പോൾ 50,556 അതാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. Then നമുക്ക് ഇലിസ്ട്രേഷൻ നമ്പർ 4 നോക്കാം. On 1st April 2012 Bosch Motors purchase a Tempo van. ഒരു ടെമ്പോ വാൻ ബോസ് മോട്ടോഴ്സ് പർച്ചേസ് ചെയ്യാണ് ഫ്രം ഗില്ലറ്റ് ബാങ്കേഴ്സ് നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. The terms are the Bosch Motors would pay 2 lakh down on signing of the contract. കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ എന്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ 2 ലക്ഷം എന്താ പറയാ, ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. And for annual installment, 4 installment ആയിട്ട് 1,10,000 each commencing from beginning of the next year. 1,10,000 കൊടുക്കുന്നുണ്ട്. Bosch Motors charge depreciation 10% per annum under diminishing value method 10% depreciation ചാർജ് ചെയ്യുന്നുണ്ട്. Gillette Bankers charged interest at 10% per annum. കൂടാതെ 10% എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ വാൻ അക്കൗണ്ട് ആൻഡ് ഗില്ലറ്റ് ബാങ്കേഴ്സ് അക്കൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ദ ബുക്സ് ഓഫ് ബോസ് മോട്ടോഴ്സിന്റെ ബുക്കിൽ എന്ത് ചെയ്യുക, വാൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഗില്ലറ്റ് ബാങ്കേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഇൻട്രസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ദ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് എഴുതേണ്ട നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളതാണ്. നമ്പർ ഓഫ് റിവേഴ്സിലാണ് നമ്മൾ എഴുതുക. ബാക്ക് കാൽക്കുലേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. ഫസ്റ്റ് എഴുതുക nnumber of installment 4 എന്ന് എഴുതുക. ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കില്ല, അവിടെ നിൽ എന്ന് എഴുതുക. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നിങ്ങൾക്ക് അറിയാം 11,10,000 എഴുതുക. ദെൻ ദ ടോട്ടൽ എന്ന് പറഞ്ഞത് 11,10,000 എന്ന് എഴുതുക. ഈ 11,10,000 10% നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 10 ഡിവൈഡ് ബൈ 110 is equal to 10,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 11,10,000 10,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഓപ്പണിംഗ് ബാലൻസ് എത്ര കിട്ടി, 1 lakh കിട്ടി, 1 ലക്ഷം. ഫോർത്ത് ഇൻസ്റ്റാൾമെന്റിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ എന്താണ്, ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ എഴുതാ തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 1 lakh എടുത്ത് എഴുതാം. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അറിയാം 1,14,000 രണ്ടും കൂടി കൂട്ടിയിട്ട് നാലാമത്തെ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. ടോട്ടൽ കോളത്തിലേക്ക് എടുത്ത് എഴുതാം 1 lakh plus 1,10,000 2,10,000. ഇനി അഞ്ചാമത്തെ കോളത്തിലേക്ക് എടുത്ത് എഴുതാം 2,10,000 ഇൻട്രസ്റ്റ് കിട്ടിയ 2,10,000 into 10 divided by 110 19,090. നിങ്ങൾ എന്ത് ചെയ്യുക, 2,10,000 അത് നാലാമത്തെ ടോട്ടൽ കോളത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് കോളം അത് അഞ്ചാമത്തെ കോളം കുറച്ച് എഴുതാം. ഓപ്പൺ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 2,10,000 minus 19,090 1,90,910. ദെൻ രണ്ടാമത്തെ ഇയറിലേക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതാം 1,90,910. അതിന്റെ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് എഴുതാം 1,10,000. ടോട്ടൽ എഴുതാം 3,910 എന്ന് എഴുതാം. 3,910 into 10 divided by 110 27,355 എന്ന് എഴുതാം. ഇനി 3,910 നിന്ന് 27,355 കുറയ്ക്കുമ്പോൾ 2,73,555 കിട്ടും. ഇനി അതിൽ നിന്ന് ഫസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് അവിടുത്തെ സെക്കൻഡിലെ ക്ലോസിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഇവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് 1 lakh അതിനകത്ത് ഫസ്റ്റ് എഴുതാം 2,73,555. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് 1,10,000. ടോട്ടൽ എഴുതാം 3,83,555. 3,83,555 10% കിട്ടിയ 10 by 110 34,869 കിട്ടി നമുക്ക് അല്ലേ. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക. 3,83,555 minus 34,869 3,48,686 കിട്ടി. ഇനി ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡൗൺ പേയ്മെന്റ് പ്ലസ് എന്താണ് ഓപ്പണിംഗ് ബാലൻസ്. അതുകൊണ്ട് രണ്ടുകൂടി ആഡ് ചെയ്യുക. ഡൗൺ പേയ്മെന്റ് 2 lakh അല്ലേ, ക്യാഷ് പ്രൈസ് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൂടിയത് കിട്ടുള്ളൂ. മൊത്തം ഇൻസ്റ്റാൾമെന്റ് നമ്മൾ നമുക്ക് കിട്ടി, ഓപ്പണിംഗ് ബാലൻസ് കിട്ടിക്കണേ. അപ്പോൾ അതിന്റെ കൂടെ ഡൗൺ പേയ്മെന്റ് ആഡ് ചെയ്യാം. പ്ലസ് 2 lakh കൂടി ആഡ് ചെയ്യുമ്പോൾ 5,48,686 ആണ് എന്ത് പറയുന്നത് ഡൗൺ പേയ്മെന്റ് എന്ന് ക്യാഷ് പ്രൈസ്. ഡൗൺ പേയ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡൗൺ പേയ്മെന്റ് പ്ലസ് 3,48,686 ആഡ് ചെയ്യുമ്പോൾ 5,48,686 കിട്ടി. ഇതാണ് നമ്മളുടെ ക്യാഷ് പ്രൈസ്. അപ്പൊ ഇവിടെ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് നമ്മൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാഷ് പ്രൈസ്. ഇനി നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാം. ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ബോസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഗില്ലറ്റ് ബാങ്ക് അക്കൗണ്ട് വരയ്ക്കാം. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഏപ്രിൽ നിങ്ങൾ എന്ത് ചെയ്യുക 2000 ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾക്ക് അറിയാലോ. അത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തല്ല 2012 ഏപ്രിൽ ഫസ്റ്റില് ടെമ്പോ വാൻ
നിങ്ങൾക്കറിയാം ക്യാഷ് പ്രൈസ് എത്രയാ 5,48,686 എഴുതാം. ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് എത്ര ബൈ ഇൻട്രസ്റ്റ് 34,869. ഡെബിറ്റ് സൈഡിൽ എഴുതാം 2012 ടു ബാങ്ക് 2 ലക്ഷം രൂപ കൊടുത്തു, അത് ബാലൻസ് ആയിട്ട് എഴുതാം. 3,38,155 കിട്ടി ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 2013 ഏപ്രിൽ 1 എടുത്ത് എഴുതാം. അവിടെ നിങ്ങൾക്കറിയാം ഇൻട്രസ്റ്റ് 27,355 ആണെന്ന് അറിയാം. ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1,10,000 എഴുതാം. ദെൻ ബാലൻസ് ചെയ്യുക 3,910 എഴുതാം ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. ദെൻ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാം 19,090 ആണെന്ന് അറിയാം, അത് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ 1,10,000 എഴുതാം. ദെൻ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തത് 2,10,000. ദെൻ ഇനി അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അറിയാം, നിങ്ങൾക്ക് അറിയാം 10,000 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ 1,10,000 എഴുതാം. ദെൻ 2016 മാർച്ച് 31 ബാലൻസ് കാർഡ് 1,10,000 ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതാം. അതിൻ്റെ എമൗണ്ട് അത് ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുക, 1,10,000 എന്ന് പറഞ്ഞ് കാണിക്കുക. ദെൻ ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ടെമ്പോ വാൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കറിയാം ടെമ്പോ വാൻ അക്കൗണ്ട് എഴുതുമ്പോൾ ക്യാഷ് പ്രൈസ് ടു ഗില്ലറ്റ് ബാങ്കേഴ്സ് 5,48,686 അല്ലേ. മാർച്ച് 31 ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് 54. എത്ര ഡിപ്രീസിയേഷൻ? 10% ഡിപ്രീസിയേഷൻ. ഡിമിനിഷൻ വാല്യൂ മെത്തേഡ് ആണ് കേട്ടോ, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ല. അപ്പൊ 10% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 54,869 ബാലൻസ് ക്യാരി ഓൺ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യുക, ബാലൻസ് ബ്രോട്ട് ചെയ്ത് 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. 49,382 കിട്ടും 10% എന്ന് പറയുമ്പോൾ അത് ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ഇയറും ഡിപ്രീസിയേഷൻ 10% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 44,444 കിട്ടും. ദെൻ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതാം. പിന്നെ കിട്ടുമ്പോൾ 3,99,991 ആണ്. അതിന് 10% 39,999 കിട്ടും. ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്ത് 3,59,992 കിട്ടും. ദെൻ ഇൻട്രസ്റ്റ് അക്കൗണ്ട് പറയുക, എല്ലാത്തിലും ഗില്ലറ്റ് ബാങ്ക് എന്ന് എഴുതാം. അത് എൻ്റെ എമൗണ്ട് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, PL അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ബൈ PL അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഗില്ലറ്റ് ബാങ്ക് എഴുതാം, PL അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഗില്ലറ്റ് ബാങ്ക് PL അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഗില്ലറ്റ് ബാങ്ക് എത്രയാണ്? 2013 ഗില്ലറ്റ് ബാങ്ക് 34,869. 2013 മാർച്ച് 31 ബൈ PL അക്കൗണ്ട് 34,869 എഴുതാം. 2014 മാർച്ച് 31 ഗില്ലറ്റ് ബാങ്ക് 27,355 എഴുതാം ബൈ PL അക്കൗണ്ട് 27,355. ദെൻ 2015 മാർച്ച് 31 ടു ഗില്ലറ്റ് ബാങ്ക് 19,090 അത് 2015 ബൈ PL അക്കൗണ്ട് 19,090. ദെൻ 2016 എഴുതാം ടു ഗില്ലറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം 10,000 ബൈ PL അക്കൗണ്ട് 10,000 എന്ന് പറഞ്ഞ് എഴുതാം. താങ്ക് യു ഫോർ ദ ക്ലാസ്. ഹാവ് എ നൈസ് ഡേ ഫോർ യു. അപ്പോൾ ഈ രണ്ട് നാല് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക കേട്ടോ. താങ്ക് യു ഫോർ ദ ക്ലാസ്.